എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാട്ടോ. അപ്പൊ ഇത്തവണ എനിക്ക് തോന്നി പണ്ടത്തെ പോലെ ഒന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെന്ന്. എന്റെ കോൺഫിഡൻസ് ഒക്കെ പോയോന്നൊന്ന് അറിയണമല്ലോ. എന്തായാലും ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോവാട്ടോ ഓഫീസിലേക്ക്. 2 ദിവസമായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നോണ്ട് ചാച്ചയാണ് എന്നെ കൊണ്ടുവിട്ടത്. എന്റെ അച്ഛനായിട്ടോ ഞാൻ ചാച്ചാന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ വെറൈറ്റി പേരുകൾ അച്ഛനെ വിളിക്കുന്നേ? ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ വൈകിട്ടത്തെ ബസ് ഞാൻ കയറിയത് കോട്ടയത്തു നിന്നാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും എന്റെ കമ്പനി ബുക്സും സിനിമയൊക്കെയാണ് കേട്ടോ. ഇത്തവണ ഞാൻ ത്രില്ലറാണ് പിടിച്ചത്. നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയുടെ ഓഥർ എഴുതിയ രാത്രി 12-ന് ശേഷം എന്ന ബുക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഇലക്ട്രോണിക് സിറ്റി എത്തി. അടുത്ത സ്റ്റോപ്പായിരുന്നു എന്റെ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ ഞാൻ ഫ്ലാറ്റിൽ വന്നൊന്ന് ഫ്രഷ് ആയി നേരെ ഓഫീസിലേക്ക് പോയി. നല്ല പണി ഉണ്ടായിരുന്നു. വൈകിട്ട് തന്നെ നാട്ടിലേക്കുള്ള ബസ് കയറാം. അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ലോബിയിൽ ഇരുന്ന് ബുക്കിന്റെ ബാക്കി കൂടെ വായിച്ചു. ബസ് കയറാൻ പുറത്തിറങ്ങിയപ്പോ ഒരു ശോകം പിടിച്ച മഴ ചാറി ചാറി എന്നെ അങ്ങ് നനയിക്കാന്നേ. പിന്നെ ഒരു തൊപ്പി വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ കേറിയപ്പോ ഞാൻ ഹാപ്പി ആയിട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഒരു ബസ്സിൽ കിട്ടുന്നത്. പിന്നെ ഒരു ഉറക്കം കൂടെ കഴിഞ്ഞപ്പോ ഞാൻ തൃശ്ശൂർ എത്തി. സഞ്ജുബിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വിശപ്പിന്റെ വിളി കാരണം ഞാൻ അത് എടുക്കാൻ മറന്നു.